ഹലോ, ഇന്ന് കൊഴുക്കട്ട നല്ല സോഫ്റ്റും പെർഫെക്റ്റുമായി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. ഇതിനായി ഞാൻ 4 കട്ട ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര എടുക്കാം. എന്നിട്ട് അത് ഉരുക്കിയെടുത്ത് കരടൊക്കെ ഉണ്ടെങ്കിൽ അത് അരിച്ചെടുക്കാവുന്നതാണ്. ഇത് അച്ച ശർക്കര ആയതുകൊണ്ട് അധികം കരടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അരിക്കേണ്ടി വന്നില്ല. ഇനി ആവശ്യത്തിന് തേങ്ങ എടുക്കുക. ഞാനൊരു തേങ്ങയാണ് എടുത്തത്. അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ച് നമുക്ക് അതിലേക്ക് ഏലക്കായയും ചെറിയ ജീരകവും, ഞാൻ ചുക്കിന് പകരം ഇഞ്ചിയാണ് എടുത്തത്. തേങ്ങ ഞാൻ ചിരണ്ടിയല്ല എടുത്തത്, അത് മിക്സിയിലിട്ട് അരച്ചാണ് എടുത്തത്. അപ്പോൾ ഈ തേങ്ങ ചിരണ്ടുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടാണ് ചതച്ചെടുത്തത്. അങ്ങനെ അതും പിന്നെ ജീരകവും ഏലക്കായയും കൂടി പൊടിച്ചിട്ടത് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. അതിലേക്ക് വെള്ളം വറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് ഭയങ്കരമായിട്ട് ഹാർഡായി പോവില്ല, ഇങ്ങനെ കട്ട പോലെ ആയി പോവില്ല നെയ്യിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതിട്ട ശേഷം ഒന്ന് വഴറ്റി വെള്ളമൊക്കെ പറ്റിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം അത് ചെറിയ ഉരുളകളായി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ വെക്കാൻ പാകത്തിനുള്ള ചെറിയ ഉരുളകളാക്കി എടുത്ത് വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം അരിപ്പൊടി വാട്ടാൻ വേണ്ടി വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കണം. എന്നിട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് സ്പൂണും കൊണ്ടൊന്ന് കുഴക്കുവാൻ നോക്കുക. നല്ല ചൂടുള്ള സമയത്ത് കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്പൂണും കൊണ്ട് പതുക്കെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം കുറച്ച് നെയ്യും കൂടി ഇടുന്നുണ്ട്. 1 സ്പൂൺ നെയ്യ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ. എന്നിട്ട് പതുക്കെ ഒന്ന് ചൂടാറിയ ശേഷം കയ്യിൽ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അധികം ചൂട് പോണേക്കാൾ മുമ്പ് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാലും ആ മാവ് നന്നായിട്ട് വാടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ ആ കൊഴുക്കട്ട നല്ല സ്മൂത്തായിട്ട് കിട്ടുകയുള്ളൂ. ഈ പൊടി കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ എത്ര നന്നായിട്ട് കുഴക്കുന്നോ അത്രയും നന്നായിട്ട് കുഴക്കണം. നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാകും. ഇനി നന്നായിട്ട് കുഴച്ച ശേഷം ചോറൊന്ന് പതുക്കെ ആറിയ ശേഷം ഇത് ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ ഒരേ ഉരുളകളാക്കി എടുക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഈ ഉരുളകൾ ഉണ്ടാക്കുമ്പോൾ കൈ ഇടക്ക് മുക്കി ഈ ഉരുളകൾ ഇങ്ങനെ മിനുസപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൈ ഒന്ന് ഇടക്ക് അതിൽ വെള്ളത്തിൽ മുക്കിയ ശേഷം ഓരോന്നും ഇതുപോലെ ഉരുട്ടിയെടുക്കുക. പിന്നെ കയ്യിൽ പൊടി പിടിക്കാതിരിക്കാനും വേണ്ടിയാണ് ഈ വെള്ളത്തിൽ മുക്കുന്നത്. ഓരോ ഉരുളകൾ ഉണ്ടാക്കിയ ശേഷം അത് നല്ല മിനുസമുള്ള പെർഫെക്റ്റായിട്ടുള്ള കൊഴുക്കട്ടയായി കിട്ടുവാൻ വേണ്ടി ഓരോ ഉരുളകളും നമ്മൾ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് പതുക്കെ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഉരുട്ടിയാൽ നല്ല സോഫ്റ്റ് പെർഫെക്റ്റായിട്ടുള്ള മിനുസമുള്ള ഉരുളകൾ കിട്ടും. കുണ്ടും കുഴിയൊന്നും ഇല്ലാതെ കറക്റ്റായിട്ടുള്ള നല്ല ബോൾ പോലത്തെ ഉരുളകളായിട്ട് കിട്ടും. ഇത് ഓരോ ഉരുളകൾ ഓരോ അപ്പച്ചെമ്പിലേക്ക് എടുത്ത് വെക്കാം. അതിനുശേഷം ഞാൻ ഇത് ഷുഗറുകാർക്കും കഴിക്കാൻ പറ്റിയ ടൈപ്പ് കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വിളയിക്കാതെ തേങ്ങ ചിരണ്ടിയതിലേക്ക് കുറച്ച് ഏലക്കയും ജീരകവും പിന്നെ ഇഞ്ചി ഞാൻ തേങ്ങ അരച്ചപ്പോൾ തന്നെ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി എല്ലാവരും കൂടി മിക്സ് ചെയ്ത് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഒന്നും ഇടാതെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് വേറെ പ്രത്യേകിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അമ്മച്ചിക്ക് കഴിക്കാൻ വേണ്ടിയാണ്. അമ്മച്ചിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട്. അങ്ങനെ കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെച്ചത് ഇത് ഒരേ ഉരുളകളിലാക്കി എല്ലാവരും ഇതുപോലെ ക്ലോസ് ചെയ്ത് പതുക്കെ ഒന്ന് സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് ഉരുട്ടി അത് എല്ലാവരും ഉണ്ടാക്കിയ ശേഷം നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ച് അത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് 10 അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ ഇവ എല്ലാവരും വെന്ത് കിട്ടും. സ്റ്റീൽ പാത്രത്തിൽ വെച്ച് ഉരുട്ടുമ്പോൾ നല്ല മിനുസമായിട്ട് കിട്ടുന്നത് കണ്ടു. ഒട്ടും കുഴിയൊന്നുമില്ലാതെ നല്ല മിനുസത്തോടു കൂടി നമുക്ക് കൊഴുക്കട്ട റെഡിയായി കിട്ടുന്നുണ്ട് അങ്ങനെ ഉരുട്ടുമ്പോൾ. അപ്പോൾ എല്ലാവരും അതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇത് എല്ലാവരും 10 മിനിറ്റ് അപ്പച്ചെമ്പിൽ വെച്ച് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. അത് വെന്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒട്ടും പൊട്ടാതെ ഇരിക്കാൻ വേണ്ടി കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഒട്ടും പൊട്ടൂല. കണ്ടോ, ഒട്ടും പൊട്ടാതെ ലീക്കൊന്നും ചെയ്യാതെ
നല്ല സോഫ്റ്റായിട്ടും പെർഫെക്റ്റായിട്ടുള്ള കൊഴുക്കട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇനി ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നല്ല പെർഫെക്റ്റും സോഫ്റ്റുമായുള്ള കൊഴുക്കട്ട എല്ലാവർക്കും കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.